നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയങ്ങളാകാൻ മുന്നണികൾ ശ്രമിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ബലാത്സംഗ കേസും വോട്ടർമാരുടെ മനസ്സിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളായി നിലനിൽക്കുന്നു എന്ന് മനോരമ ന്യൂസ് വോട്ടർ സർവേ ഫലം പുറത്തുവരികയാണ്. പക്ഷേ ഇവിടെ ഒരു തിരുത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കിടയിൽ അത്ര വലിയ ഈ പറയുന്ന പോലെയുള്ള സർവേ ഫലങ്ങളിൽ പറയുന്നത് പോലെയുള്ള വികാരങ്ങളില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് പല പ്രതികരണങ്ങൾ വരുമ്പോൾ മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാനായി കോൺഗ്രസ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും എന്ന് പോലും പച്ചയ്ക്ക് തുറന്നു പറയുന്ന വോട്ടർമാർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ കളം മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗതി പന്തിപ്പോൾ രാഹുലിന്റെ കോർട്ടിലേക്ക് വരികയാണ്. സുപ്രീം കോടതിയിലെ അതിനിർണായകമായ വിധി കൂടി വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ നിലനിൽക്കില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ ആ ഒരു കേസ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പൊതുജനങ്ങളുടെ വിലയിരുത്തൽ വരുന്നത്. ഈ പൊതുജനങ്ങളുടെ വിലയിരുത്തലിൽ നിന്നുമാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. ഏതായാലും മനോരമ ന്യൂസ് വോട്ടർ സർവേ പറയുന്നതനുസരിച്ച് ഇരു മുന്നണികൾക്കും ആശങ്ക നൽകുന്നതാണ് ഈ സർവേ കണ്ടെത്തലുകൾ എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം നേർദിശയിലാണോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ച 42.7% വോട്ടർമാരും അന്വേഷണം ശരിയായ രീതിയിലല്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഹൈക്കോടതി നിരീക്ഷണത്തിലായിട്ട് പോലും അന്വേഷണത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നും ഇവർ രേഖപ്പെടുത്തുകയാണ്. 34.5% പേർ അന്വേഷണം നേർവഴിക്കാണ് എന്ന് കരുതുകയും ചെയ്യുന്നു. 22.8% വോട്ടർമാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമേ ഇല്ല. ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിലിൽ നിന്നടക്കം സ്വർണം മോഷണം പോയി എന്ന കണ്ടെത്തലും തുടർന്നുണ്ടായ കേസുകളുമാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമായി ഈ കേസിനെ ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള അതിന് എത്ര തന്നെ ദിവസങ്ങൾ കഴിഞ്ഞാലും, അതിന് എത്ര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വെച്ച് അത് എത്ര തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും ശബരിമല കേസ് അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ശബരിമല വിഷയം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പോകണം എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഇതിന്റെ മുഖ്യ കാരണക്കാരൻ ആരാണ്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും A to Z ആളുകളും അത് കോടതിയുടെ മുന്നിൽ വരിക തന്നെ വേണം. കോടതിയുടെ മുന്നിൽ വരികയും അവർക്ക് കൃത്യമായ ശിക്ഷ കിട്ടുകയും വേണം. എന്നാൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിലെ കല്ലിറങ്ങുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാം. ഏതായാലും എത്ര തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്തിട്ട് അലക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെയൊന്നും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറില്ല എന്ന് വ്യക്തമാവുകയാണ്. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാണോ എന്ന ചോദ്യത്തിന് 41.9% പേർ അതെ എന്ന മറുപടി നൽകി. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല എന്ന് ഈ പ്രതികരണം സൂചിപ്പിക്കുന്നു. എന്നാൽ 35.4% വോട്ടർമാർ ഇത് തെരഞ്ഞെടുപ്പ് വിഷയമായി കണക്കാക്കുന്നു പോലുമില്ല. 22.7% പേർക്ക് ഈ വിഷയത്തിലും അഭിപ്രായം രേഖപ്പെടുത്താനായിട്ടില്ല. ഇടതുമുന്നണി പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെട്ട കേസുകളെ മുഖ്യ പ്രചാരണായുധമാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കണ്ടെത്തലുകൾ. മനോരമ ന്യൂസും വോട്ടറും ചേർന്ന് ഫെബ്രുവരി ആദ്യവാരം നടത്തിയ സർവേയിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മലയാളി വോട്ടർമാർ പങ്കെടുത്തു. സ്നാപ് പോൾ 1352 പേരും ട്രാക്ടർ സർവേയിൽ 3373 പേരും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. കേരളത്തിന്റെ ജനസംഖ്യാ ഘടന അനുസരിച്ചുള്ള ഈ സാമ്പിളുകൾ ശേഖരിച്ചാണ് സർവേ നടത്തിയത്. ഈ രണ്ട് വിഷയങ്ങളും വോട്ടർമാരുടെ മനസ്സിൽ സജീവമായതിനാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവയുടെ സ്വാധീനം നിർണായകമായേക്കാമെന്ന് സർവേ ഫലം നൽകുന്ന സൂചനയിൽ പറയുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ എടുത്ത് അലക്കാൻ ശ്രമിക്കുന്നത് അത് ഏതായാലും CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തന്നെ വോട്ടുകളെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കോൺഗ്രസുകാരി കൂടിയായിട്ടുള്ള MA ഷഹനാസ് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു കീറാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ സംഗതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. MA ഷഹനാസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. MA ഷഹനാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പ്രതികരിക്കുന്നുമുണ്ട്. എന്തായാലും
MA ഷഹനാസിനെതിരെ വന്ന ആദ്യഘട്ടത്തിലുള്ള നമ്മൾ കേട്ടതാണ് IPSകാരിയായിരുന്നു അല്ലെങ്കിൽ IPS കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ ഓപ്പൺ കോളേജിൽ ഷഹനാസിൽ നടത്തിയ ആ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകൾ അടക്കമുള്ളവ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഘട്ടം ഘട്ടമായി MA ഷഹനാസിനെ കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു ഫേസ്ബുക്ക് പേജിൽ പുറത്തു വരുന്നതും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് MA ഷഹനാസ് ആൾമാറാട്ടം അടക്കം നടത്തിയ വ്യക്തിയാണ് എന്നാണ് പോസ്റ്റുകളിൽ പറയുന്നത്. എന്തായാലും അതിജീവിതകൾക്ക് അനുകൂലമായി പത്രസമ്മേളനം നടത്തിയ MA ഷഹനാസ് വലിയ ആൾമാറാട്ടം നടത്തിയ ആളാണ്. അപ്പോൾ ഇവരൊക്കെ ചാനലിൽ വന്ന് ഒരുപാട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പറയിപ്പിച്ചു എന്നൊക്കെ. പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ക്യാഷ് കിട്ടാൻ എന്ത് വേഷം വേണമെങ്കിലും കെട്ടും. ഇനി തൂലിക നാമമാണോ MA ഷഹനാസ്? പറയാൻ പറ്റില്ല, വലിയ എഴുത്തുകാരിയല്ലേ. ഞാൻ അറിയുന്ന ഷഹനാസ് ഭാഗം 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഷഹനാസുമായി ബന്ധപ്പെട്ട പോസ്റ്റ് വരുന്നത്. ഷഹനാസ് IASന് പ്രിയ സജീഷ് എന്ന വ്യക്തിയെ അറിയാമോ എന്നറിയില്ല. ഈ സിജീഷ് എന്നത് പ്രിയയുടെ ഭർത്താവിന്റെ പേരാണ്. മകളുടെ പേര് സിനി എന്നുമാണ്. ഒരു പ്രസാധക കമ്പനിയിൽ സിനി പാർട്ണറാണ്. പറഞ്ഞു വരുന്നത് പ്രിയയുടെ കളഞ്ഞുകിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പിയുടെ പ്രിയയുടെ ഫോട്ടോയ്ക്ക് IASകാരിയുടെ മുഖസാദൃശ്യമുണ്ട് എന്നാണ്. 1986 ഏപ്രിൽ 9 പ്രിയ ജനിച്ചത്. ഷഹനാസിന്റെയും പിറന്നാൾ അന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഷഹനാസും പ്രിയയും രണ്ടല്ല, രണ്ടും ഒന്നാണ്. ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ ഏതൊക്കെ വകുപ്പിനുള്ളത് ഉണ്ടെന്ന് നിയമവിദഗ്ധർ പറയട്ടെ. ചെറിയൊരു തെളിവ് ആദ്യ കമന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇതിൽ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ പോസ്റ്റുകളൊക്കെ തന്നെ വരുന്നത്. ഈ ഗൂഗിൾ പേയിൽ പ്രിയ സിജീഷ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഷഹനാസ് M34 CO ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ID ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നിയാസ് മലബാറാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിയാസിന്റെ പേജുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത്. ഇതിന് ഷഹനാസും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മറു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ മറു പോസ്റ്റും നമുക്കൊന്ന് നോക്കാം. ആ മറു പോസ്റ്റിനകത്ത് പറയുന്നത്, വീണ്ടും വീണ്ടും നീ കോമഡി കഥകൾ ഇറക്കാതെടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കോഴിക്കോട് എൻ്റെ നാട്ടിൽ. പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്കുക, കേസ് കൊടുക്ക പിള്ളേച്ച എന്ന് പറഞ്ഞുകൊണ്ട് AM ഷഹനാസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ ജനങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്. തനിക്കെതിരെ ഇത്തരത്തിൽ തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അവർക്കെതിരെ ആദ്യം കേസ് കൊടുക്കാൻ മുതിരുന്നത് നമ്മൾ തന്നെയല്ലേ എന്നതാണ് ചോദ്യം. എന്തായാലും അത് എന്തുകൊണ്ട് മുതിരുന്നില്ല എന്ന ചോദ്യമുണ്ട്. എന്തായാലും ഷഹനാസ് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ് കളികൾ മാറി തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായാലും ഷഹനാസും രാഹുൽ എന്ന ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോഴിക്കോട് കളക്ടറായി ചാർജ് എടുത്തു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂക്ഷമായ പ്രതികരണങ്ങളും പരിഹാസങ്ങളും ഒക്കെ തന്നെ MA ഷഹനാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും വരുന്നുണ്ട്.